ഇനി മതപരമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലോ എല്ലാ ജാതി മതസ്ഥർക്കും അവരുണ്ടായിരിക്കുന്ന പുരോഹിതന്മാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാവരും അവിടെ പോയി അതിൻ്റെതായിരിക്കുന്ന യാഗങ്ങളും ബലികളും കഴിക്കുന്നു, നമ്മൾ അവർക്ക് പണം കൊടുക്കുന്നു. എന്നാൽ നിന്റെ ദുഃഖവേളകളിൽ ജീവിച്ചിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പുരോഹിതൻ നിന്റെ വീട്ടിൽ വന്ന് ഒരു നല്ല ആശ്വാസവാക്ക് പറയാൻ പോലും വന്നിട്ടില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഈ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാ പുരോഹിതന്മാരും നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു ദിവസമുണ്ട്. നീ മരിക്കുന്ന ദിവസമാണ്. മരിക്കുന്ന ദിവസം ഇവരെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ വന്ന് അനുശോചനം അറിയിക്കും. എന്താണ്? പുരോഹിതൻ അവന്റെ പണം കിട്ടും, അവന്റെ ഡ്യൂട്ടി തീർന്നു. ഇനി നിങ്ങൾ പോകുമ്പോൾ നോക്കിക്കണം, ഓരോ ഫ്യൂണറൽ സർവീസും ഓരോ ശവമടക്ക ശുശ്രൂഷയും നിങ്ങൾ കടന്നു പോകുമ്പോൾ ശ്രദ്ധിച്ചോണം. അവിടെ എല്ലാവരും തമാശ പറയുന്നു, എല്ലാവരും എന്താണ് പരിചയം പുതുക്കുന്നു. രാഷ്ട്രീയക്കാരന് അവിടെ കൂടി വരുന്നതിന് മുമ്പിൽ അവൻ 10 വോട്ട് അന്വേഷിക്കുന്നു. പുരോഹിതന്മാര് ആ ഭവനത്തിലെ നല്ല ശുശ്രൂഷയ്ക്ക് ശേഷം അവന് കിട്ടുന്ന കൈമണിയെ ആഗ്രഹിച്ചുകൊണ്ട് അവനും സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്നു. അവന് കൊടുക്കുന്ന പണം കുറവാണെങ്കിൽ അവനെന്താണ് അസ്വസ്ഥനായിട്ട് കടന്നു പോകുന്നു. നോക്ക് പ്രിയപ്പെട്ട, നിന്നെ സ്നേഹിക്കുന്ന മരിച്ചു കിടക്കുന്നവരെ സ്നേഹിക്കാൻ അവിടെ ആരുമില്ലെന്ന് നീ കണ്ടെത്തുന്നുവെങ്കിൽ നീയും ഒരു ദിവസം മരിച്ചു കിടക്കുമ്പോൾ ഇതുപോലെ ഉത്സവം ആചരിക്കുന്ന ഒരു ശവമടക്ക് ശുശ്രൂഷ നിനക്ക് ലഭിക്കുമെന്നുള്ളതിനപ്പുറം നിന്നെ സ്നേഹിപ്പാനോ നിന്നെ ഓർത്ത് കണ്ണുനീർ തൂവാനോ നിന്റെ വിയോഗത്തെ ഓർത്ത് ഹൃദയം കൊണ്ട് വേദനിപ്പാനോ അവിടെ ഒരു മുഖവും കണ്ടെത്തുവാൻ കഴിയത്തില്ല. കല്ലറയിൽ നിന്റെ മാനം തീരും. നീ എത്ര ഉന്നതനാണ് ശരി, ആ കല്ലറയില് അതിന്റെ സ്രാവ് മൂടിക്കഴിയുമ്പോൾ നിന്നെ പറ്റിയുള്ള ഓർമ്മ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നീയോ കഠിനമായിരിക്കുന്ന കണ്ണുനീരോടുകൂടി മരിച്ചതിന് ശേഷമുള്ള നരകവിധിയിലേക്ക് കടന്നു പോവുകയാണ്.